എല്ലാ കൂട്ടുകാർക്കും അഫ്ളലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയറിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹാസിബ് നഫ്സക, നീ സ്വയം വിചാരണ നടത്തുക. ഹ്രസ്വമാണ് മനുഷ്യൻ്റെ ജീവിതം. പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ നീളുന്ന ഏതാനും മണിക്കൂറുകളാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ജീവിതം അന്നം മുട്ടിക്കുവാൻ വേണ്ടിയുള്ള ഈ നെട്ടോട്ടത്തിനിടയിൽ നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്. നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും നല്ല സമയം ഏതാണ്? ഇൻട്രോസ്പെക്ഷനുള്ള, ആത്മവിചിന്തനം കൊണ്ടുള്ള, സ്വയം വിചാരണ ചെയ്യാനുള്ള സമയം, ഏറ്റവും നല്ല സമയം ഏതാണ്? അഹ്സനുൽ ഔഖാത്ത്, ഏറ്റവും നല്ല സമയം ലി മുഹാസബത്തിൻ നഫ്സ്, ആത്മവിചാരണ ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം ഏതാണ്? ഒന്നാമത്തെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഹി ഔഖാത്തു സ്വലാഹ്, നിസ്കാരത്തിൻ്റെ സമയമാണ്. രണ്ടാമത്തെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വഇൻദമാ തഅവീലൽ ഫിറാഷ്, നമ്മൾ വിരിപ്പിൽ അഭയം തേടുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ബഅദ അനാഇൻ നഹാർ, പകലിലെ എല്ലാ അധ്വാനങ്ങൾക്ക് ശേഷവും നമ്മൾ ഉറങ്ങാൻ ഇരിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത്. ഇനി നമ്മുടെ ചോദ്യം, നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലാകുമ്പോൾ എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? മാതാ നുഫക്കിറു, എന്ത് ചിന്തിക്കണം? ദാലിക്കൽ വക്ത്, ആ സമയത്ത്. നുഫക്കിറു, നമ്മൾ ചിന്തിക്കേണ്ടത് കൈഫ ഖലൈനാ ഹാദൽ യൗമ സമീൻ, ഈ അമൂല്യമായ ദിവസം എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്? ഹൽ കുന്നാ മുർത്താഹൽ ബാൽ, നമ്മൾ ഇന്ന് ശാന്തരായിട്ടായിരുന്നോ? ഹൽ കുന്നാ ഖലിഖൻ, നമ്മൾ അസ്വസ്ഥരായിരുന്നോ? ഹൽ വലഗ്നാ ഫി അംരി ഗൈരിന, മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെട്ടിരുന്നോ? ഹൽ ഹത്തക്കിന അസ്താറഹും, നമ്മൾ മറ്റുള്ളവരുടെ രഹസ്യത്തിൻ്റെ വിരികൾ പൊളിച്ചിരുന്നോ? ഹൽ സഖിർന അഹദൻ, നമ്മൾ ആരെങ്കിലും പരിഹസിച്ചിരുന്നോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഈ ഒരു ദിവസം ഞാൻ അസ്വസ്ഥനായിരുന്നോ, ഞാൻ ശാന്തനായിരുന്നോ എന്ന് ചിന്തിക്കണം. ഇനി നമ്മൾ പറയുന്നത്, പിശാച് നമ്മളോട് മന്ത്രിക്കുന്നൊരു സംഭവമുണ്ട്. മദാ യുസവ്വിലു ലന ശൈത്വാൻ, പിശാച് നമ്മളോട് മന്ത്രിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? യുസവ്വിലു ലന ശൈത്വാൻ, പിശാച് നമ്മളോട് മന്ത്രിക്കും ബി അന്നന ആലിമുൻ, നമ്മളൊക്കെ വലിയ പണ്ഡിതന്മാരാണ്, ഭയങ്കര അറിവുള്ളതാണ് നമുക്ക് തോന്നും. അപ്പോൾ മുസഖഫുൻ, നമ്മളൊക്കെ വലിയ സംസ്കാരമുള്ള ആളാണ് നമുക്ക് തോന്നും. ഖദ് തഅല്ലംനൽ ഫുനൂൻ, നമ്മൾ ഒരുപാട് വിവിധ കലകൾ അഭ്യസിച്ചിട്ടുണ്ട്. അക്സറ മിൻ അസ്ദിഖായിന, നമ്മൾ ഫ്രണ്ട്സിനേക്കാളും നമ്മൾ എത്രയോ ഉയരത്തിലാന്ന് നമുക്കിങ്ങനെ പിശാച് തോന്നും. സത്യത്തിൽ അല്ലദീന യുദരിസൂനക, നിങ്ങളെ പഠിപ്പിച്ച ആളുകളൊക്കെ വസലു ഇലാ ഹാദൽ മനാസിബ്, അവരൊക്കെ ഈ ഉന്നതമായ സ്ഥാനങ്ങളിലെത്തിയത് ബിഹദ്ദിഹിം, അവരുടെ സൗഭാഗ്യം കൊണ്ടാണ്. വ തൗഫീഖിഹിം, അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഭാഗ്യം കൊണ്ടാണ് അവരെത്തിയത്. ഇനിയോ ലൗ റാഫഖൽ ഹല്ലു, നിനക്ക് സൗഭാഗ്യമുണ്ടെങ്കിൽ ലകുൻത അഅലാ മിൻഹും മൻസില, നീയും നിൻ്റെ സമപ്രായക്കാരേക്കാൾ എത്രയോ ഉന്നതങ്ങളിലെത്തും. പക്ഷേ അതിന് അള്ളാഹുവിൻ്റെ കടാക്ഷം വേണം, നിനക്ക് സൗഭാഗ്യം വേണം, ഗുഡ് ലക്ക് വേണം. നിൻ്റെ കഴിവ് കൊണ്ട് നീ എവിടെയും എത്തുകയില്ല. ഇനി നമ്മൾ പഠിക്കുന്നത്, നമ്മളെ വിചാരണ ചെയ്താൽ വി വിൽ ഫീൽ അഷെയ്മഡ്, നമുക്ക് ചിലപ്പോൾ ലജ്ജ തോന്നും. ഒരു ദിവസം നമ്മൾ എന്താ ചെയ്യണത്? എത്ര പേരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും നമ്മളൊരു ദിവസം? എത്ര പേരെ പരിഹസിച്ചിട്ടുണ്ടാകും? എത്ര മനസ്സുകളെ നമ്മൾ അസ്വസ്ഥമാക്കിയിട്ടുണ്ടാകും ഒരു ദിവസം? മത്താ നസ്തഹ്തഹി നഫ്സക്ക്, എപ്പോഴാണ് നിനക്ക് ലജ്ജ തോന്നുന്നത്? ഇദാ ദക്കർത്ത, നീ ഓർത്താൽ, കുല്ലൽ ഹവാദിസ്, നീ ചെയ്ത എല്ലാ കാര്യങ്ങളും, വൽ ഹറക്കാത്ത്, നിൻ്റെ ഓരോ ചലനങ്ങളും, വൽ അമാലിൽ ഹസനാത്ത്, നന്മകളും, വസ്സയ്യിആത്ത്, തിന്മകളും, ദാലിക്കൽ യൗം, ഒരു ദിവസത്തെ നിൻ്റെ നന്മയും തിന്മയും ഒക്കെ നീ
ഇങ്ങനെ മനസ്സിൽ കൊണ്ടാൽ തസ്തഹി, നിനക്ക് തന്നെ ലജ്ജ തോന്നും. മൃഗങ്ങളെക്കാൾ നാണിപ്പിക്കുന്ന സ്വഭാവമല്ലേ നമ്മുടേത്? ഇതാ കറർന, ഇങ്ങനെ നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നാൽ മുഹാസബത്തൻ നഫ്സി, ശരീരത്തെ ആത്മവിചിന്തനം നടത്തുന്നത് നമ്മളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നാൽ എന്താ സംഭവിക്കുക? നമ്മുടെ തിന്മയുടെ പ്രേരണകളില്ലാതെയാകും. നമ്മളൊരു ദിവസം ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി നോക്കൂ. എന്ത് നന്മയാ നമ്മളൊരു ദിവസം ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ ഡെയിലി എഴുതി നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തിന്മ ചെയ്യാനുള്ള, തെറ്റ് ചെയ്യാനുള്ള ജന്മവാസന പതുക്കെ പതുക്കെ കുറയും. നന്മ ചെയ്യുക, ഒരു മനസ്സിനെയെങ്കിലും സാന്ത്വനിപ്പിക്കുക, ഒരു മനുഷ്യനെയെങ്കിലും നന്മയുടെ വാക്കുകൾ പറയുക. നമ്മൾ പോകുന്ന ഇരുൾ വഴികളിൽ എവിടെയും നമ്മൾ വെളിച്ചമായി മാറണം. മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഇരുട്ടായി മാറരുത്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും മിനിമം അവരെ ഉപദ്രവിക്കാതിരുന്നു കൂടെ നമുക്ക്? ഇതാ കറർന, അങ്ങനെ നമ്മളിങ്ങനെ ആവർത്തിച്ചാൽ മുഹാസബത്തൻ നഫ്സി, സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യണം. ഔലിയാക്കന്മാർ സ്വന്തം തെറ്റുകൾ കാണാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അല്ലാഹുമ്മ ബസ്സിർനാ ബിഅയൂബി അൻഫുസിന, അല്ലാഹുവേ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്ക് നീ കാണിച്ചു തന്നെ റബ്ബേ എന്നല്ലേ അവർ പ്രാർത്ഥിച്ചത്. ഇതാ കറർന, അങ്ങനെ നമ്മൾ ആത്മവിചിന്തനം നടത്തിയാൽ ലഉഫത്ത് ബവാഇസു ശർ, തിന്മയുടെ പ്രേരണകൾ ദുർബലമാകും. പിന്നെയോ ഫതഹ അലൈക, നിങ്ങൾക്ക് തുറക്കപ്പെടും അബ്വാബം മിൻ നൂർ, പ്രകാശത്തിൻ്റെ വാതിലുകൾ. നമ്മുടെ മനസ്സിൽ പ്രകാശമുണ്ടാകും. ഇരുൾ നിറഞ്ഞ നമ്മുടെ വഴികളിൽ വെളിച്ചമുണ്ടാകും. നമ്മൾ നമ്മുടെ തിന്മ കണ്ടെത്തണം, നമ്മുടെ ദൗർബല്യങ്ങൾ കണ്ടെത്തണം, നമ്മുടെ നെഗറ്റീവ്സ് നമ്മൾ കണ്ടെത്തണം. മറ്റുള്ളവരുടെ തിന്മകളിലേക്ക് തുറന്നു വെച്ച ദുഷിച്ച വാതിലാവരും നമ്മുടേത്. നമ്മളെ തെറ്റുകൾ കണ്ടെത്തണം, സ്വയം നവീകരിക്കണം, സ്വന്തം തിന്മകൾ കണ്ടെത്തണം. ഓരോ ദിവസവും നമ്മളിങ്ങനെ തേച്ചു മിനുക്കി നമ്മൾ നല്ലൊരു മനുഷ്യനാകും. എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, നല്ലൊരു മനുഷ്യൻ. അതിനാണ് നാം നമ്മളെ തന്നെയാണ് വിചാരണ ചെയ്യേണ്ടത്. നമ്മൾ മറ്റുള്ളവരുടെ തെറ്റ് അന്വേഷിച്ച് നടന്നു പോവുകയാണ്, മറ്റുള്ളവരുടെ തെറ്റ് ആഘോഷിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരുടെ തെറ്റ് ആഘോഷിക്കുന്ന ഈ ലോകത്ത് സ്വയം അറിയുക, സ്വന്തത്തിലേക്ക് നമ്മൾ മാറുക. നമ്മുടെ തെറ്റുകൾ നമ്മളെപ്പോഴും ഊതിക്കാച്ചി ഒരു സ്വർണമായി നമ്മൾ മാറണം. അപ്പോഴാണ് നമ്മൾ വെളിച്ചമാകുന്നത്. നമ്മൾ വെളിച്ചമാകുമ്പോൾ, സ്വയം ജ്വലിക്കുന്ന സൂര്യനാകുമ്പോൾ മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ നൽകുന്നു. നമ്മൾ സ്വയം ഒരു വിളക്കാവണം, നമ്മൾ സ്വയം ഒരു സൂര്യനാവണം. എങ്കിലേ 1000 ചിരാതുകൾ നമുക്ക് കൊളുത്തി വയ്ക്കാനാവും.